ബിസിനസ്സിൽ ഫുൾ ടൈം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത ഏതാണ്? ഉറങ്ങാതിരുന്നിരുന്നെങ്കിൽ ആ ഉറങ്ങുന്ന 6 മണിക്കൂറുകൂടി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കാമായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ. അത് ടെർമിനേറ്ററിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഓറിയോൺ പിക്ചേഴ്സിൻ്റെ ഓഫീസിൽ നിന്നാണ്. അതിൻ്റെ ഹെഡാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് താങ്കളെ ഒന്ന് കാണണം. അങ്ങനെ അർണോൾഡ് ഓറിയോൺ പിക്ചേഴ്സിൻ്റെ ഓഫീസിലെത്തി. മൈക്ക് മെഡോവി എന്ന വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെട്ടു. അവർ തമ്മിൽ കുറച്ചുകൂടെ സംസാരിച്ചു. ആ സമയത്ത് മൈക്ക് മെഡോവി പറയുകയാണ്, ഞങ്ങളുടെ ഒരു പുതിയ സിനിമ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. O.J. സിംപ്സണാണ് അതിലൊരു റോബർട്ടിൻ്റെ വേഷം ചെയ്യുന്നത്. താങ്കൾക്ക് അതിലൊരു മുഴുനീള റോള് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞു. ഭാവിയിൽ നിന്ന് 2029 കാലഘട്ടത്തിൽ നിന്ന് 84-ലാണ് ഈ ചർച്ച തുടങ്ങുന്നത്. അതായത് 45 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവേണ്ട ഒരു റോബോട്ട് ആ കാലഘട്ടത്തിലേക്ക് വരികയാണ്, മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ. ആ മനുഷ്യരാശിയുടെ സംരക്ഷകനായി വരുന്ന ഒരു സോൾജിയറുടെ റോള്, കൈൽ റീസ് എന്ന കഥാപാത്രം, ആ റോളാണ് അർണോൾഡിന് നീക്കി വെച്ചിരിക്കുന്നത്. സംവിധായകൻ ജെയിംസ് കാമറോണാണ് ടെർമിനേറ്ററിൻ്റെയും സംവിധായകൻ. അർണോൾഡ് അഭിപ്രായം പറഞ്ഞു, ഇതിനു മുമ്പും ഇത്തരം റോബോട്ടിക് ക്യാരക്ടറുള്ള സിനിമകൾ ഹോളിവുഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പ്രധാന ഡ്രോബാക്ക് ഞാൻ കണ്ടിട്ടുള്ളത്, എല്ലാവരും അർണോൾഡിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അതെല്ലാം സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുന്നു. മനുഷ്യരാണ് അഭിനയിക്കുന്നത്, എന്നാലും ഒരു റോബോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില രീതികൾ വേണം. ഫോർ എക്സാമ്പിൾ, മനുഷ്യരെ പോലെ ഒരിക്കലും ഒരു റോബോട്ട് കണ്ണു ചിമ്മാൻ പാടില്ല. എല്ലാവരും ആ സമയത്താണ് അങ്ങനത്തെ പോയിന്റ് ചിന്തിക്കുന്നത്. കാരണം അതിൻ്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ആക്ച്വലി ഉള്ളത് ക്യാമറയാണ്. നമ്മുടെ മനുഷ്യൻ്റെ കണ്ണു പോലുള്ള ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ അത് കണ്ണു ചിമ്മേണ്ട ആവശ്യമില്ല. അതുകൂടാതെ അതിൻ്റെ ബോഡിയുടെ ഒരു ഭാഗത്തേക്കും അതിന് നോക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, അത് അതിൻ്റെ സൈഡിലുള്ള ഒരു പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കവറിൽ നിന്നോ ഒരു റിവോൾവർ പുറത്തെടുക്കുന്നു, അതിനത് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ശരീരം അതിനെപ്പോഴും ബൈഹാർട്ടായിരിക്കണം. പുറമേയുള്ള കാഴ്ചകൾ കാണാൻ മാത്രമാണ് അതിൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്തുള്ള ക്യാമറ.